ഞാൻ രൂപം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഉറപ്പായും സന്തോഷ് ജോർജ് കുളങ്ങരനെ ടൂറിസം മന്ത്രിയാക്കും. നമ്മളുടെ ചുറ്റിലുള്ള പലരുടെ ഉള്ളിൽ ഈ ലോകത്തെ തന്നെ മികച്ചൊരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല നല്ല ബിസിനസ് ആശയങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ പലരും കാലാകാലങ്ങളായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി ഇപ്പോഴും കാത്തിരുന്നുകൊണ്ടിരിക്കുക. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു കൺസെപ്റ്റ് ആണെങ്കിലും അതിനെ മാർക്കറ്റ് സ്വീകരിക്കുന്ന ഒരു അനുയോജ്യമായിട്ടുള്ള ടൈം ഉണ്ട്. ആ സ്വീറ്റ് മൊമെന്റിൽ ആ പ്രൊഡക്റ്റിനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ പിന്നെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നെന്റെ ലൈഫ് ഇങ്ങനെ ആയേനെ എന്ന് പറയുന്ന ഒരു അമ്മാവ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ആരും ഒരിക്കലും പോകാൻ പാടില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ടൂറിസം മേഖലയിൽ ഇത്രയും അറിവും ഇത്രയും നല്ല വിഷനും ഒക്കെയുള്ള വേറൊരു വ്യക്തി തന്നെ കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എന്നെങ്കിലും അദ്ദേഹത്തിനെ നമ്മുടെ ടൂറിസം മന്ത്രിയായിട്ട് കിട്ടുന്നതാണെങ്കിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം യുവജനങ്ങൾക്കും ജോലി നേടിയിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യവും വരില്ല. പക്ഷേ ഉപയോഗിക്കില്ല. ഞാൻ രൂപം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഉറപ്പായും സന്തോഷ് ജോർജ് കുളങ്ങരനെ ടൂറിസം മന്ത്രിയാക്കും എന്ന് പറയുന്നത് പോലെ നല്ല നല്ല പ്രൊഡക്റ്റും നല്ല നല്ല ആശയങ്ങളൊക്കെ കൈവൽ വെച്ചിരുന്നിട്ട് ഇന്നും നല്ലൊരു ടൈമിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോഴും കാത്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് ചെയ്യുക. ഇനി കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടോ, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ, താഴെ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രീ കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതിലേക്ക് ഒരു വോയിസ് നോട്ട് അയച്ചാൽ മതി. അങ്ങോട്ടേക്ക് തുടങ്ങുക. ബാക്കി നമുക്ക് വരുന്നിടത്ത് ചെയ്യാം.